ഹലോ ഡിയർ സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. എങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് സിസ്റ്റം വഴിയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി അഡ്മിഷൻ നടക്കുന്നത്. അതായത് നിങ്ങൾ +1 അപ്ലൈ ചെയ്തതുപോലെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻസ് നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ അലോട്ട്മെൻറ്റുകളായിട്ടാണ് നിങ്ങൾക്ക് കോളേജുകൾ ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള കോളേജുകളും കോഴ്സുകളും ഓപ്ഷനായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 2024 ജൂൺ 7 വൈകുന്നേരം 5 മണി വരെയാണ് ആപ്ലിക്കേഷൻസ് നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ വർഷം മുതൽ ഡിഗ്രി 4 വർഷമാണെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. ഈ 4 വർഷത്തെ ഡിഗ്രി കോഴ്സിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. അതായത് 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 4 വർഷം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണേഴ്സ് ഡിഗ്രിയാണ് ലഭിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 4ാമത്തെ വർഷം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങൾ അതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 4 വർഷത്തെ ഡിഗ്രിയിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻസ് നൽകേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏജ് ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC കാറ്റഗറി ആണെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 വയസ്സാണ്. 23 വയസ്സ് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. SC ST കാറ്റഗറി ആണെങ്കിൽ 25 വയസ്സാണ് ഏജ് ലിമിറ്റ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് ഗവൺമെൻറ് കോളേജുകളും എയ്ഡഡ് കോളേജുകളും സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ സീറ്റ് റിസർവേഷനും ഉണ്ട്. ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റ് റിസർവേഷൻ നമുക്ക് ആദ്യം നോക്കാം. 50% സീറ്റും ജനറൽ സീറ്റാണ്, അതായത് മെറിറ്റ് കോട്ടയിലുള്ള സീറ്റുകളാണ്. 20% സീറ്റ് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട്. 10% സീറ്റ് EWS കാറ്റഗറിക്ക് വേണ്ടിയിട്ടും 20% സീറ്റ് SC ST കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് ആപ്ലിക്കേഷൻ ഫീ എത്രയാണെന്നുള്ളതായിരിക്കും. ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ OBC കാറ്റഗറി ആണെങ്കിൽ 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. SC ST കാറ്റഗറി ആണെങ്കിൽ 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഈ ആപ്ലിക്കേഷൻ ഫീസ് കൂടാതെ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഫീസ് അടക്കാനായിട്ടുണ്ട്. അത് ഈ മെട്രിക്കുലേഷൻ ഫീസ്, സ്റ്റുഡൻറ്റ് എയ്ഡ് ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഫീസാണ്. അത് 1850 രൂപയാണ് ജനറൽ കാറ്റഗറി ആണെങ്കിൽ വരുന്നത്. SC ST കാറ്റഗറി ആണെങ്കിൽ 930 രൂപയാണ് യൂണിവേഴ്സിറ്റിക്ക് അടക്കാനുള്ളത്. ഇതൊക്കെ ഓൺലൈനായിട്ട് തന്നെയാണ് പേ ചെയ്യേണ്ടത്. കോഴ്സുകളും കോളേജുകളും സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാക്സിമം 20 ഓപ്ഷൻ വരെ കൊടുക്കാവുന്നതാണ്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോളേജുകളാണുള്ളത്, അവിടെ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുകൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അതുകൊണ്ടാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ ശേഷം അലോട്ട്മെൻറ്റ് വരുന്നത് ശ്രദ്ധിക്കണം. അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കോളേജിൽ പോയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ നേടേണ്ടതാണ്. നിങ്ങളുടെ ഹയർ ഓപ്ഷൻ അല്ല വന്നതെങ്കിലും നിങ്ങൾ ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകുന്നതാണ്. ഇനി നമുക്ക് അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ നൽകിയതിൻ്റെ പ്രിൻ്റ് ഔട്ട്, ഫീസ് അടച്ചതിൻ്റെ റെസീപ്റ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് നിങ്ങൾക്ക് ഏത് കോളേജിലേക്കാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ള സ്ലിപ്പ് ആ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. ഒറിജിനൽ മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മതി. പിന്നെ TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസൽ ചെയ്തതിൻ്റെ മെമ്മോ. നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്നതാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ബോണസ് പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഡിഗ്രി കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് നോക്കുന്നത്. നിങ്ങൾ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ആ കോഴ്സിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അറിഞ്ഞിരിക്കണം. അതിന് കണക്കായിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്.
ആദ്യം വരുന്നത് BSc മാത്തമാറ്റിക്സ് കോഴ്സാണ്. മാത്സ് നിങ്ങൾ പഠിക്കണമെങ്കിൽ +2 നിങ്ങൾ സയൻസ് സ്ട്രീമിൽ മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സായിരിക്കണം. നിങ്ങളുടെ +2 ടോട്ടൽ മാർക്കും അതിൻ്റെ കൂടി മാത്സിൻ്റെ കൂടി മാർക്ക് ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഫിസിക്സ് കോഴ്സാണ്. ഫിസിക്സിന് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 സയൻസിൽ ഫിസിക്സ് ഒരു സബ്ജക്റ്റായി പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് BSc കെമിസ്ട്രി. +2 സയൻസ് സ്ട്രീമിൽ കെമിസ്ട്രി ഒരു സബ്ജക്റ്റായി പഠിച്ച് പാസ്സാവണം. സുവോളജി +2 സയൻസിൽ ബയോളജി ഒരു പേപ്പറായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ബോട്ടണി. +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ജിയോളജി ആണ്. +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ജിയോളജി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിലേതെങ്കിലും ഒരു സബ്ജക്റ്റ് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ജിയോഗ്രഫി ആണ്. +2 നിങ്ങൾ ജിയോഗ്രഫി, ജിയോളജി, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഹോം സയൻസ്. +2 നിങ്ങൾ കെമിസ്ട്രി അല്ലെങ്കിൽ ഹോം സയൻസ് ഇതിലേതെങ്കിലും ഒരു വിഷയം പഠിച്ച് പാസ്സാവണം. സ്റ്റാറ്റിസ്റ്റിക്സ്. +2 നിങ്ങൾ ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ച് പാസ്സാവണം. പോളിമർ കെമിസ്ട്രി. +2 നിങ്ങൾ കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ബയോ കെമിസ്ട്രി. +2 ബയോളജി ഓർ കെമിസ്ട്രി പഠിച്ച് പാസ്സാവണം. സൈക്കോളജി. +2 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇതിലേത് പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഓൾറെഡി സൈക്കോളജി ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് +2 നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചിട്ടുള്ളവർക്ക് ഒരു വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് മൈക്രോബയോളജി. +2 ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ഫുഡ് ടെക്നോളജി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓർ മാത്തമാറ്റിക്സ് +2 പഠിച്ചിരിക്കണം. അടുത്തത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളാണ്. ആദ്യത്തത് എക്കണോമിക്സ് ആണ്. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിക്കാവുന്നതാണ്. പക്ഷേ +2 എക്കണോമിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഹിസ്റ്ററി. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും ഹിസ്റ്ററി അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഇസ്ലാമിക് ഹിസ്റ്ററി. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഈ 3 കോഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് BA ഇംഗ്ലീഷ് ആൻഡ് ഫിലോസഫി. ഈ 2 കോഴ്സിനും +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ +2 നിങ്ങൾക്ക് ലഭിച്ച ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ മാർക്കിന് ഒരു വെയിറ്റേജ് ഉണ്ടായിരിക്കുന്നതാണ്. മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്, തമിഴ്, അറബിക്ക് ഈ കോഴ്സുകൾക്കെല്ലാം തന്നെ +2 ഏത് സ്ട്രീം എടുത്താലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കൊമേഴ്സിൽ ഫിനാൻസ്, കോർപ്പറേഷൻ, ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻസ്, ബിസിനസ് ഇൻഫോർമേഷൻ സിസ്റ്റംസ്, BCom മാർക്കറ്റിംഗ്, ടാക്സേഷൻ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ് ഈ സ്പെഷ്യലൈസേഷൻ ഏതെടുത്താലും +2 സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻ്റ് അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 45% മാർക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ +2 ബിസിനസ് സ്റ്റഡീസ് പഠിച്ചിട്ടുള്ളവർക്ക് 15% വെയിറ്റേജും ഉണ്ടായിരിക്കുന്നതാണ്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടൻസിയുടെ മാർക്ക് കൂടി പരിഗണിക്കുന്നതാണ്. സോ ബേസിക്കലി BCom കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കൊമേഴ്സ് റിലേറ്റഡ് സബ്ജക്റ്റുകൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ +2 കൊമേഴ്സ് എടുത്തവർക്കായിരിക്കും കൂടുതൽ ചാൻസ് ഉണ്ടാവുക. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മറ്റ് സ്ട്രീമിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് BA മ്യൂസിക്, BPA കോഴ്സുകളാണ്. BPA വോക്കൽ, വീണ, വയലിൻ, മൃദംഗം. +2 ഏത് സ്ട്രീം എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ +2 മാർക്കിന് പുറമെ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. അടുത്തത് ഡാൻസ് ആണ്. ഡാൻസിനും ഏത് സ്ട്രീം എടുത്തിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്കൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. അടുത്തത് ബോട്ടണി ആൻഡ് ബയോടെക്നോളജി കോഴ്സാണ്. +2 നിങ്ങൾ ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം.
അടുത്തത് എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്. ഈ കോഴ്സ് പഠിക്കുന്നതിന് നിങ്ങൾ +2 ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. നെക്സ്റ്റ് ബയോ കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. +2 നിങ്ങൾ ബയോളജി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. അടുത്തത് ഫിസിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. +2 നിങ്ങൾ ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. അടുത്തത് കെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി. +2 കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് പാസ്സാവണം. BA മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ +2 ഏത് സ്ട്രീമിലായാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 ജേർണലിസം പഠിച്ചിട്ടുള്ളവർക്ക് വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് മലയാളം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. +2 ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മലയാളവും ജേർണലിസവും പഠിച്ചിട്ടുള്ളവർക്ക് 50% മാർക്ക് അഡീഷണലായിട്ട് കിട്ടുന്നതാണ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഏത് സ്ട്രീം എടുത്ത് പഠിച്ചിട്ടുള്ളവർക്കും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൊമേഴ്സ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ്. +2 ഏത് കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 കൊമേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ 45% മാർക്ക് ഉണ്ടാവേണ്ടതാണ്. നെക്സ്റ്റ് ബയോടെക്നോളജി. ബയോടെക്നോളജി പഠിക്കാനായിട്ട് +2 കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് +2 പാസ്സാവണം. ഇലക്ട്രോണിക്സ്, ഫിസിക്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ച് +2 പാസ്സാവണം. BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഇൻഫോമാറ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ച് പാസ്സാവണം. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA. +2 ഏത് സ്ട്രീം ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BMS ബാച്ചിലർ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. +2 ഏത് സ്ട്രീം ആയാലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് BSW ആണ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. +2 ടോട്ടൽ 45% മാർക്ക് ഉണ്ടാവേണ്ടതാണ്. ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ടോട്ടൽ 45% മാർക്ക് വേണം. BVOC ട്രാവൽ ആൻഡ് ടൂറിസം. +2 ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. BVOC ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BVOC ഫുഡ് പ്രോസസ്സിംഗ് +2 ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാം. BA എക്കണോമിക്സ് ആൻഡ് മീഡിയ സ്റ്റഡീസ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാം. BA ഇംഗ്ലീഷ് ആൻഡ് മീഡിയ സ്റ്റഡീസ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും അപ്ലൈ ചെയ്യാം. BA എക്കണോമിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്. +2 മാത്സ് ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചവരാണ് പ്രിഫർ ചെയ്യുന്നത്. BA ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലിറ്ററേച്ചർ. +2 ഏത് സ്ട്രീം എടുത്താലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BCom അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റ സയൻസ്. +2 ഏത് സ്ട്രീം ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. BSc മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. +2 മാത്തമാറ്റിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. BSc ഫിസിക്സ്. +2 നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവണം. സോ ഇത്രയാണ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഡിഗ്രി കോഴ്സുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഇഷ്ടം അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്.